എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഈ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നക്ഷത്ര ദോഷങ്ങളും പരിഹാരങ്ങളുമാണ്. അതായത് ഓരോ നക്ഷത്രക്കാർക്കും പൊതുവെ ഉള്ള ദോഷങ്ങളും ഓരോ ദശാപഹാര കാലങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളും പരിഹരിക്കുന്നത് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളാണ് ഈ ഭാഗത്തിൽ ഞാൻ പറയുന്നത്. പരിഹാരക്രിയകൾ നിരവധിയുണ്ട്. അത് ഓരോ ജാതകനും അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് അനുഷ്ഠിക്കാവുന്നതാണ്. ജാതകവശാലുള്ള ദോഷങ്ങൾക്ക് പരിഹാരക്രിയ ഒഴിച്ചുകൂടാത്ത ആണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. അനുഷ്ഠാനങ്ങളിലെ വിശ്വാസവും അത് ചെയ്യുന്നതിൽ പാവനതയും പരിപൂർണതയും ആശ്രയിച്ചായിരിക്കും ഫലം. ഓരോ നക്ഷത്രക്കാരും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അശ്വതി നക്ഷത്രത്തിനാവുമ്പോൾ സൂര്യൻ, ചൊവ്വ, വ്യാഴം എന്നീ ദശാകാലങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് ദോഷകാലമാണ്. ഇവർ അശ്വതി, മൂലം, മകം എന്നീ നാളുകളിൽ ക്ഷേത്രദർശനം നടത്തണം. പ്രത്യേകിച്ചും ഗണപതി പ്രീതി അനിവാര്യമാണ്. ജന്മനക്ഷത്രങ്ങളിൽ ഗണപതി ഹോമം നടത്തുന്നതും വളരെ ഉത്തമമാണ്. ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ ജപിക്കുകയും ചൊവ്വയും അശ്വതിയും ഒത്തുവരുന്ന ദിവസം സുബ്രഹ്മണ്യ ഭജനം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമകരമായിരിക്കും. കാർത്തിക, മകയിരം, പുണർതം, അനിഴം, തൃക്കേട്ട, വിശാഖം, നാലാം പാദം എന്നീ നക്ഷത്രങ്ങൾ അശ്വതി ജാതകക്കാർക്ക് പ്രതികൂലമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ഒന്നും ചെയ്യരുത്. നല്ല നക്ഷത്രങ്ങൾ നോക്കിയിട്ട് തന്നെ ചെയ്യണം. അപ്പം നക്ഷത്ര ദേവത അശ്വിനി ദേവതകളാണ്. ഈ ദേവതകളുടെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ്. ചുവന്ന വസ്ത്രങ്ങൾ വളരെ അനുകൂലമാണ്. അപ്പം മന്ത്രം ഞാനിവിടെ പറയാം, എല്ലാവരും എഴുതിയെടുത്തോളുക. ഓം അശ്വിനി കുമാരാഭ്യാം നമഃ. അടുത്തത് ഭരണിയാണ്. ചന്ദ്രൻ, രാഹു, ശനി എന്നിവയുടെ ദശാപഹാര കാലങ്ങളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി എന്നീ ദേവിമാരെ ഭജിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഭരണി, പൂരാടം, പൂരം എന്നീ നാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. ജന്മനക്ഷത്രങ്ങളിൽ ലക്ഷ്മി പൂജ നടത്തണം. ക്ഷേത്രങ്ങളിൽ യക്ഷിക്ക് വഴിപാട് നടത്തുന്നതും വളരെ ഫലപ്രദമായിരിക്കും. രോഹിണി, തിരുവാതിര, പൂയം, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകൾ പ്രതികൂല നാളുകളാണ്. വെള്ള, ഇളനീല, ചുവപ്പ് എന്നീ നിറങ്ങൾ അനുകൂലങ്ങളാണ്. ദേവത യമനാണ്. അപ്പം യമമന്ത്രം ഇവിടെ ഞാൻ പറയുന്നുണ്ട്, അതെല്ലാവരും എഴുതിയെടുത്തോളുക ആവശ്യമുള്ളവർ. മന്ത്രം ഇതാണ്: ഓം യമായ നമഃ. അടുത്തത് കാർത്തിക നക്ഷത്രം. ചൊവ്വ, വ്യാഴം, ശനി ദശകളിൽ ഇവർ നിർദ്ദിഷ്ട ദോഷപരിഹാര ക്രിയകൾ തീർച്ചയായും അനുഷ്ഠിക്കണം. നിത്യേന ശിവനെയും സൂര്യനെയും ഭജിക്കുന്നത് വളരെ നല്ലതാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും കാർത്തികയും ഞായറാഴ്ചയും ഒത്തുചേരുന്ന ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ ഗുണപ്രദമായിരിക്കും. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. മകയിരം, പുണർതം, ആയില്യം, അനിഴം, കേട്ട, പൂരാടം, ഉത്രാടം എന്നീ നാളുകൾ പ്രതികൂലങ്ങളാണ്. ചുവപ്പ്, കാവി എന്നിവ അനുകൂല നിറങ്ങളാണ്. കാർത്തികയുടെ ദേവൻ അഗ്നിയാണ്. ഇപ്പം ഞാനിവിടെ ആ മന്ത്രം ഇവിടെ പറയുന്നതായിരിക്കും. ആ മന്ത്രം ഇതാണ്: ഓം അഗ്നയേ നമഃ. ഇതാണ് മന്ത്രം. അടുത്തത് രോഹിണിയാണ്. രാഹു, കേതു
ശനി ദശാപഹാര കാലങ്ങളിൽ രോഹിണി നക്ഷത്രക്കാർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഇവർ പതിവായി ചന്ദ്രനെയും ചന്ദ്രൻ്റെ ദേവതകളെയും ആരാധിക്കേണ്ടതാണ്. തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കണം. രോഹിണി നക്ഷത്രവും തിങ്കളാഴ്ചയും പൗർണമി ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ്. പ്രത്യേക പൂജകൾ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അന്നേ ദിവസം പൗർണമി നാളിൽ ദുർഗാ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും അമാവാസി നാളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനവും ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. തിരുവാതിര, പൂയം, മകം, പൂരാടം, ഉത്രാടം, മൂലം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാവുന്നു. വെള്ള, ചന്ദന നിറം എന്നിവയാണ് രോഹിണി നക്ഷത്രക്കാരുടെ അനുകൂല നിറങ്ങൾ. രോഹിണി നക്ഷത്രത്തിൻ്റെ ദേവത ബ്രഹ്മാവാണ്. നിത്യവും ബ്രഹ്മാവിനെ പൂജിക്കുന്നതും ബ്രഹ്മമന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ആ മന്ത്രം ഞാനിവിടെ പറയുന്നു. ഓം ബ്രഹ്മദേവായ നമഃ. അടുത്തത് മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർ ശുക്രൻ്റെയും ബുധൻ്റെയും വ്യാഴ ദശകളിൽ ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ചൊവ്വയും മകീരവും ചേരുന്ന ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. അവിട്ടം, മകീരം, ചിത്തിര നക്ഷത്രങ്ങളിൽ ഭദ്രകാളി ഭജനവും സുബ്രഹ്മണ്യ ഭജനം എന്നിവയും നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും. ചൊവ്വയെയും ചൊവ്വയുടെ ദേവതകളെയും പ്രീതിപ്പെടുത്തണം. ആയില്യം, പൂരം, പുണർതം, മൂലം, പൂരാടം, തിരുവോണം, അവിട്ടം എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളായിരിക്കും. ചുവപ്പ് അനുകൂലമാണ്. മകീരത്തിൻ്റെ ദേവത ചന്ദ്രനാണ്. അതിനാൽ നിത്യവും ചന്ദ്രമന്ത്രം 108 തവണയെങ്കിലും ജപിക്കുന്നത് നല്ലതാണ്. മന്ത്രം ഓം ചന്ദ്രമസേ നമഃ. ഇതാണ്. അടുത്ത എപ്പിസോഡിൽ ഞാൻ തിരുവാതിര മുതലുള്ള നക്ഷത്രങ്ങളുടെ പറയുന്നതായിരിക്കും. എല്ലാവർക്കും ഹരിയും ഹരിയും ഹരിയും.